ഹലോ പ്രിയപ്പെട്ടവരെ, വളരെ വലിയ പ്രതീക്ഷയോടെയാണ് പുതിയ ആശാനായ ഡേവിഡ് കറ്റാലയെ ബ്ലാസ്റ്റേഴ്സ് ടീം വരവേറ്റത്. ISLൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്തായെങ്കിലും ആരാധകരുടെ അടുത്ത പ്രതീക്ഷ ഏപ്രിൽ 21-ന് ഒഡീഷയിൽ അരങ്ങേറുന്ന സൂപ്പർ കപ്പിലേക്കാണ്. റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽ, ഫൈനൽസ് എന്നീ രീതിയിൽ പോകുന്ന സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകൾ ഏറെ വലുതാണ്. തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ട്രോഫി എന്ന നേട്ടം ബ്ലാസ്റ്റേഴ്സിന് ഈ വരുന്ന സൂപ്പർ കപ്പിലൂടെ നേടാനാകുമോ എന്ന പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. സ്പാനിഷ് മാനേജറായ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കറ്റാല പറയുന്നത് ഇങ്ങനെയാണ്: വരും മത്സരങ്ങളിൽ വലിയ മാറ്റങ്ങൾ ടീമിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സൂപ്പർ കപ്പിൽ മികച്ച പോരാട്ടം നടത്തും. ക്ലബിൽ പുതിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ തീർച്ചയായും ശ്രമിക്കും. ഇങ്ങനെയായിരുന്നു കറ്റാലയുടെ സൂപ്പർ കപ്പിനെക്കുറിച്ചുള്ള വാക്കുകൾ. ലൂണയും പെപ്രയും അടക്കമുള്ള ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങൾ സൂപ്പർ കപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ടീമിൻ്റെ പരിശീലന സെക്ഷനുകൾ മികച്ച രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കറ്റാലയുടെ തന്ത്രങ്ങളും മറ്റും താരങ്ങളിലേക്ക് എത്തിക്കാൻ മാനേജ്മെൻറ്റും കോച്ചും ഒന്നടങ്കം ശ്രമിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ട്രോഫി എന്ന ലക്ഷ്യത്തിലേക്ക് ടീമിനെത്താൻ സാധിക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. ലൂണയും നോഹയും പെപ്രയും അടക്കമുള്ള താരങ്ങൾ തിരികെ ഫോമിലേക്ക് എത്തുകയാണെങ്കിൽ മികച്ച പോരാട്ടങ്ങൾ ആരാധകർക്ക് ഒഡീഷയിൽ കാണുവാൻ സാധിക്കും. പക്ഷേ പ്രതിരോധത്തിലെ വിള്ളലുകൾ ബ്ലാസ്റ്റേഴ്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രതിരോധത്തിലെ നിലവിലെ താരങ്ങളുടെ പ്രകടനം വലിയ ആശാവഹം തന്നെയാണ്. മികച്ച പ്രതിരോധ നിര താരങ്ങൾ ടീമിലെത്തിയെങ്കിൽ മാത്രമേ ഗോളുകൾ വഴങ്ങാതെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒഡീഷയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് വിജയകിരീടം ചൂടി തിരികെ എത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കലിംഗ സൂപ്പർ കപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഉറപ്പായും കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്